മെക്സവനെ തീവ്രവാദ കൂട്ടായ്മയായി ചിത്രീകരിച്ചത് CPM-ന് തിരിച്ചടിയാകുന്നു. വ്യായാമ കൂട്ടായ്മയെ പിന്തുണച്ച് മുൻ LDF മന്ത്രി മുഹമ്മദ് റിയാസും മേയറും മെക്സവനുമായി സഹകരിക്കുന്നുവെന്ന് സംഘാടകർ. CPM-ന് സമാന്തര വ്യായാമ കൂട്ടായ്മ ഉണ്ടാക്കാൻ പദ്ധതിയെന്ന് മെക്സവൻ സംഘാടകർ. വിവാദ കൂട്ടായ്മയെക്കുറിച്ച് രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിക്കുന്നു. മലബാറിൽ പ്രചാരം നേടിയ വ്യായാമ കൂട്ടായ്മയായ മെക്സവനെതിരെ അതീവ ഗൗരവമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച CPM-ന് മുസ്ലിം ജനവിഭാഗങ്ങളിൽ നിന്ന് വലിയ എതിർപ്പ് നേരിടുന്നു. ഇതോടെ മെക്സവനെതിരെ കൂടുതൽ പ്രതികരണങ്ങൾക്ക് മുതിരേണ്ടതില്ലെന്ന നിലപാടിലാണ് CPIM. മെക്സവൻ കൂട്ടായ്മയ്ക്കെതിരെ ആദ്യമായി ആരോപണം ഉന്നയിച്ചത് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനനായിരുന്നു. വ്യായാമ കൂട്ടായ്മയിൽ തീവ്രവാദ ശക്തികൾ നുഴഞ്ഞുകയറിയിട്ടുണ്ടെന്നും നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നേതാക്കളാണ് കൂട്ടായ്മയ്ക്ക് പിറകിലെന്നുമായിരുന്നു CPIM ജില്ലാ നേതൃത്വത്തിന്റെ ആരോപണം. അതേസമയം മെക്സവൻ കൂട്ടായ്മയ്ക്ക് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയോ പോപ്പുലർ ഫ്രണ്ടോ അല്ലെന്ന് കാലിക്കറ്റ് ചീഫ് കോർഡിനേറ്റർ TPM ഹാഷ്റലി വ്യക്തമാക്കി. CPM-ന് പിന്നാലെ മെക്സവൻ വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ സമസ്ത AP വിഭാഗവും രംഗത്ത് വന്നതോടെയാണ് മെക്സവൻ കൂട്ടായ്മയുടെ കാലിക്കറ്റ് ചീഫ് കോർഡിനേറ്റർ രംഗത്ത് വന്നത്. ഈ കൂട്ടായ്മയ്ക്ക് ആശംസ നേർന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് കത്തയച്ചിട്ടുണ്ടെന്നും കൂട്ടായ്മ വ്യാപിപ്പിക്കണമെന്ന് മുഹമ്മദ് റിയാസ് തന്നെ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ചീഫ് കോർഡിനേറ്റർ TPM ഹാഷ്റലി വ്യക്തമാക്കി. മാത്രമല്ല, മെക്സവന്റെ കോഴിക്കോട് നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തത് രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർകോവിലാണ്. കോഴിക്കോട് മേയർ ബീന ഫിലിപ്പും പരിപാടികൾ ഉദ്ഘാടനം ചെയ്തിരുന്നു. മെക്സവൻ കൂട്ടായ്മയിൽ CPM നേതാക്കളുമുണ്ടെന്നും കാലിക്കറ്റ് ചീഫ് കോർഡിനേറ്റർ അവകാശപ്പെട്ടു. ഇത് ശരിവെക്കും വിധം മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ മെക്സവനെ അനുകൂലിച്ച് രംഗത്ത് വന്നു. മെക്സവൻ നല്ല ആരോഗ്യ കൂട്ടായ്മയാണെന്നും വ്യായാമം ചെയ്യുന്നതിലും ആരോഗ്യം നന്നാക്കുന്നതിലും എന്തിനാണ് ഏതെങ്കിലും വിഭാഗത്തിന്റെ പേരെടുത്ത് പറയേണ്ട കാര്യമുള്ളതെന്നും മുൻ മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. P. മോഹനനെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറയാമെന്നും അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. കോഴിക്കോട് ബീച്ചിലെ ഉദ്ഘാടന പരിപാടിയിലേക്ക് ക്ഷണിച്ചപ്പോൾ പോകുകയും അവർക്കൊപ്പം വ്യായാമം ചെയ്യുകയുമുണ്ടായി. വിവിധ തരം വ്യായാമ കൂട്ടായ്മകളുണ്ട്. അതിൽ ജാതിമത ചിന്തകളൊന്നും ആരും വെച്ചു പുലർത്താറില്ല. ഇത് രഹസ്യ സ്ഥലത്ത് നടത്തുന്നതല്ല, പൊതുസ്ഥലത്ത് എല്ലാവരും കാണുകയാണ് വ്യായാമ മുറകൾ നടക്കുന്നതെന്നും അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. മലപ്പുറം കൊണ്ടോട്ടിക്കടുത്ത് തുറക്കലിലുള്ള മുൻ സൈനികൻ P. സലാഹുദ്ദീൻ തുടക്കം കുറിച്ചതാണ് മെക്സവൻ എന്നറിയപ്പെടുന്ന മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ എന്ന വ്യായാമ സംവിധാനം. 2012-ൽ തന്റെ പ്രദേശത്ത് തുടക്കം കുറിച്ചതാണെങ്കിലും സമീപകാലത്താണ് ഇതിന് വ്യാപക സ്വീകാര്യത ലഭിച്ചത്. എയറോബിക്സ്, യോഗ തുടങ്ങി വിവിധ ഫിറ്റ്നസ് രീതികൾ സംയോജിപ്പിച്ച് 21 വ്യായാമ മുറകളാണ് ഇതിന്റെ ആകർഷകം. മലപ്പുറം ജില്ലയിലാണ് ആവിർഭാവം എന്നതിനാൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് കൂട്ടായ്മയിൽ ഭൂരിഭാഗമെങ്കിലും പല പ്രദേശങ്ങളിലും വിവിധ മതവിഭാഗക്കാർ സജീവമായി പങ്കെടുക്കുന്നുണ്ട്. ഏതെങ്കിലും സംഘടനയ്ക്ക് കൂട്ടായ്മയുമായി പങ്കുള്ളതായി തെളിവുകളൊന്നും പുറത്തുവിടാൻ ആരോപണമുയർത്തുന്നവർക്ക് സാധിച്ചിട്ടില്ല. അതേസമയം ഇതിന്റെ പേരിൽ ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കാൻ വിവിധ കോണുകളിൽ നിന്ന് ശ്രമം നടക്കുന്നുണ്ട്. ചില മാധ്യമങ്ങളും ഇത്തരത്തിൽ പ്രചാരണം നടത്തുന്നതാണ് ഇത് വിവാദമാകാൻ കാരണം. വിവിധ ജില്ലകളിലും ചില ഗൾഫ് രാജ്യങ്ങളിലും വരെ കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ടെന്നും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും പങ്കാളികളാണെന്നും സംഘാടകർ പറഞ്ഞു. CPM വ്യായാമം നടത്തുന്നവരുടെ കൂട്ടായ്മ സമാന്തരമായി സംഘടിപ്പിക്കുവാൻ ഒരുങ്ങുന്നുണ്ടെന്നും അതുകൊണ്ടാകാം ഇതിനെ എതിർക്കുന്നതെന്നാണ് കോഴിക്കോട്ടെ മെക്സവൻ സംഘാടന ചുമതലയുള്ള TPM ഹാഷ്റലി പറഞ്ഞത്. നിയമവിരുദ്ധ പ്രവർത്തനമുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കട്ടെ എന്നും ഹാഷ്റലി പറഞ്ഞു. മന്ത്രി മുഹമ്മദ് റിയാസ് അയച്ച കത്തും മേയർ ബീന ഫിലിപ്പ് പങ്കെടുത്ത പരിപാടിയുടെ ഫോട്ടോകളും സംഘാടകർ പുറത്തുവിട്ടിരുന്നു. നിലവിലെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെട്ടവരും കൂട്ടായ്മയിൽ ഉണ്ടെന്നുമാണ് മെക്സവൻ അധികൃതരുടെ വിശദീകരണം. അതേസമയം മെക്സവൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിമർശനം ഉയർന്നതോടെ രഹസ്യാന്വേഷണ വിഭാഗം പരിശോധന തുടങ്ങിയിട്ടുണ്ടെന്നാണ് വിവരം.